ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിയ ക്രിമിനലായ കൊടി സുനിയെ പരോളിൽ വിടാൻ പോലീസ് റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ചെയർമാൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തീരുമാനം ഗവൺമെൻറ്റിൻ്റെയാണ്, മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ്. 2018 പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് 1 മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചിട്ട് ചെയ്യാണ്. ഈ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കള്ളക്കച്ചവടം നടത്തുകയാണ്, എല്ലാ ഷെയ്ഡി ബിസിനസ്സും നടത്തുകയാണ്. ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ സംഘമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കേസുകളിൽ ഇവർ പങ്കാളികളാവുകയാണ്. ഇവരെ പേടിയാണ്. കാരണം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ CPM നേതാക്കളെ ഭീഷണിപ്പെടുന്നത്. ആ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിട്ടാൽ ഇപ്പോൾ പുറത്ത് കറങ്ങി നടക്കുന്ന പല CPM നേതാക്കളും ജയിലിനുള്ളിൽ പോകും. അതുകൊണ്ട് CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും ഈ കേസിലെ പ്രതികൾ ചെയ്യുന്നത്.